ഇടുക്കിയിൽ ആദിവാസി വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ ജീവനക്കാരൻ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Admission open for academic year 2024-25. മൂന്നാർ MRS ഹോസ്റ്റലിലെ 5 കുട്ടികൾക്കാണ് മർദ്ദനമേറ്റത്. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ ഹോസ്റ്റൽ ജീവനക്കാരനായ സത്താറിനെതിരെ കേസെടുത്തു. ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഹോസ്റ്റലിലെ ചില കുട്ടികൾ മദ്യപിച്ചതായി ആരോപണമുയർന്നിരുന്നു. ഇതേ തുടർന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ 5 പേരെ ഹോസ്റ്റൽ വാച്ചർ സത്താർ മുറിയിൽ കയറ്റി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നു ബൂസ്റ്റ് കുടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. അലമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താഴ്ന്ന പ്ലസ്1കാർ വന്നിട്ട് അലമ്പുണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ അലമ്പുണ്ടാക്കാതെ കിടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ആരും ചെന്ന് പറഞ്ഞു വെച്ച് സത്താറായിട്ട് മുകളിലോട്ട് കയറി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നേരെ താഴത്തോട്ട് സിക്ക് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ കുറേ നേരം ഒഴിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അച്ഛനൊക്കെ ചീത്ത വർത്തമാനമൊക്കെ പറഞ്ഞ് തല്ലുമൊക്കെ ചെയ്തായിരുന്നു. കൈവച്ചും പിടിവെച്ചു. എത്ര പേരുണ്ടായിരുന്നു? നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. പേര്? അനന്ത്, അനിരുദ്ധ്, ഞാൻ. നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 8ാം ക്ലാസ്. പച്ചവെള്ളമാണോ വെച്ചത്? പച്ചവെള്ളം വെച്ച് വെച്ചിട്ട് പടി വെച്ചടിച്ചു. പാട് വല്ലതും ഉണ്ടോ? പാട് ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ. എത്ര മണിക്കാണ് സംഭവം? രാത്രിയൊക്കെ ഒത്തിരി രാത്രിയായോ? മർദ്ദനമേറ്റ വിവരം കുട്ടികൾ സ്കൂൾ അധികൃതരെ അറിയിക്കുകയായിരുന്നു. സ്കൂൾ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു. പരിശോധനയിൽ കുട്ടികളുടെ ദേഹത്ത് അടിയേറ്റ പാടുകൾ കണ്ടെത്തി. വൈകുന്നേരം ഞാൻ അടിമാലി നിൽക്കുമ്പോൾ ഇവിടെ കൗൺസിലിംഗ് നടത്തുന്ന ഒരു സാറ് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഹോസ്റ്റലിൽ പിള്ളേർ മദ്യപിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ഒരു സ്റ്റാഫ് തല്ലി കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരെ കൂടെ വന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ വരാമെന്ന് മാത്രമേ പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സ്റ്റാഫ് ഈ പിള്ളേരെ തല്ലിയെന്നുള്ള കാര്യവും അവരുടെ പാടുണ്ടെന്നും പറഞ്ഞത്. വാച്ചറായ സത്താറിനെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. വിശദമായ അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. ഇടുക്കി ലൈവ് ന്യൂസ്, മൂന്നാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് A seed planted by St. Kuriakos Elias Chavra, the Carmel CMI Public School, Puliyanmala, celebrating her visionary journey among the hills of Idukki, wherein you can build the perfect life for your children. Come experience a maintained holistic balance of curricular and extracurricular activities that unleashes the potential of every child and encourages them to be a better citizen for our nation. Admission open for academic year 2024-25.